റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, ഈ തവനൂർ സബ് ജയിൽ എന്ന് പറയുമ്പോൾ ഒരു 70-75 കിലോമീറ്ററോളം ദൂരമുണ്ട്. അങ്ങോട്ടേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞുവല്ലോ അല്ലേ? അതെ, അങ്ങോട്ടേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഏകദേശം ഒരു 2 മണിക്കൂറോളമുണ്ട് തവനൂർ സബ് ജയിലിലേക്ക്. ഇവിടെ തൊട്ടടുത്തുള്ളത് മഞ്ചേരി സബ് ജയിലിലാണ്. മഞ്ചേരിയിലേക്കാകും എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ തവനൂർ സബ് ജയിലിലേക്കാണ് വിട്ടിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. MLA പുറത്തേക്ക് ഇറങ്ങി വീണ്ടും പറഞ്ഞത് ഇതൊരു ഭരണകൂട ഭീകരതയാണ്, ഇതിനെതിരെ പോരാടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നാളെ തന്നെ ഇതിന്റെ ജാമ്യ കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് കൂടി അദ്ദേഹം ഇതിന് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാകുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ രീതിയിൽ നാളെ ജാമ്യ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കും. ഇപ്പോൾ പൊതുമുതൽ നശിപ്പിച്ചതിന് ഒരു പോലീസുകാരന്റെ കൃത്യനിർവഹണം നശിപ്പിച്ചു. ഈ 2 കേസുകളിൽ, ഈ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസിൽ സംസ്ഥാനത്തെ ഒരു MLA അറസ്റ്റിലായിരിക്കുന്നു, അത് റിമാൻഡിലായിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ജയിലിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ഒരു 5 മാസത്തോളമായി ഇടതുപക്ഷവുമായി നിൽക്കുന്ന വലിയ പടലപ്പിണക്കങ്ങൾ, വാക്പോര്, അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കൊക്കെ പോയിരുന്നു. അങ്ങനെ ഇടതുപക്ഷത്തിനൊപ്പം അത്രമേൽ ചേർന്ന് നിന്നിരുന്ന ഒരു MLA ആയിരുന്നു PV അൻവർ. അത് എല്ലാ രീതിയിലും സംഘടനാപരമായിട്ടും ഒക്കെ അതിൻ്റെ ഒരു ഇടപെടൽ എല്ലായിടത്തും നിലമ്പൂരിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിലമ്പൂരിൻ്റെ ഒരു വലിയ വളർന്നിട്ടുള്ള ഒരു വാഗ്ദാനം എന്നൊക്കെ രീതിയിൽ തന്നെ CPM-ന്റെ നേതൃത്വം കരുതിയിരുന്ന ഒരാളാണ്. പെട്ടെന്ന് തന്നെ അതിലൊക്കെ മാറ്റം വരുത്തുകയും നേതൃത്വത്തിനെതിരെ രംഗത്ത് വരികയും അത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എത്തിയ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ MLA സ്ഥാനം തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇടതു മുന്നണിയിൽ നിന്ന് അദ്ദേഹം പുറത്താകുന്നു. അങ്ങനെ സ്വതന്ത്ര MLA ആയിട്ട് നിൽക്കുന്നു. പിന്നീടും അദ്ദേഹം നിരന്തരമായി സ്വർണ്ണക്കടത്തിന്റെ കാര്യങ്ങൾ, അതിലെ ഉണ്ടായിട്ടുള്ള പിഴവുകൾ, അതിൽ എന്തുകൊണ്ട് അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിൽ ആദ്യം CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ, ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സ്വതന്ത്ര പരസ്യമായിട്ടുള്ള പ്രതികരണം പാടില്ല എന്ന് പറഞ്ഞത്, അത് ലംഘിച്ചുകൊണ്ടായിരുന്നു ആദ്യം CPM-ന്റെ കമ്മിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു കണ്ണിലെ കരടായി മാറുന്നത്. അത് എതിർത്തതോടു കൂടി തന്നെ വീണ്ടും സമ്മേളനങ്ങൾ തുടരെ വിളിച്ചുകൊണ്ടായിരുന്നു അതിൽ ഒരു പ്രതികരണം PV അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിപ്പോൾ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഓരോ വാക്പോരുകളും ഒക്കെ കടന്ന് പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള ഒരു കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. ഇതിനു മുൻപ് അദ്ദേഹത്തിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കേസ് മഞ്ചേരി പോലീസ് എടുത്തിരുന്നു. അത് ഫോൺ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസായിരുന്നു. അന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതൊക്കെ വലിയ കാര്യമായിട്ട് തന്നെ ചർച്ചയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ ജാമ്യമില്ലാത്ത വകുപ്പിൽ ഒരു കേസ് എടുത്തിട്ടില്ല. അന്ന് DMK പാർട്ടി ഉണ്ടാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങോട്ടേക്കാണ് PV അൻവർ എന്നതിനെ സംബന്ധിച്ചൊരു ധാരണയില്ല, അല്ലെങ്കിൽ അതൊരു ജനകീയമായിട്ടുള്ള അദ്ദേഹത്തിനുള്ള ഒരു പിന്തുണയെ സംബന്ധിച്ചറിയില്ല. ഇത്തരത്തിലേക്ക് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അന്ന് അത്തരത്തിലൊരു അറസ്റ്റിലേക്കൊന്നും ഒതുങ്ങിയിരുന്നില്ല. ഇപ്പോൾ ഒരു പൊതുമുതൽ നശിപ്പിച്ച കേസിൽ 10 പേരാണ് അകത്തേക്ക് കയറുകയും ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ അകത്തേക്ക് കയറി ക്ലോക്കും മേശയും കസേരയും ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചത്. അതിലെ 1-ാം പ്രതിയാക്കിയിട്ടാണ് PV അൻവറിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതും. വീട്ടിലേക്ക് അപ്പോൾ തന്നെ എത്തി അത് അറസ്റ്റിലാവുകയും ഇപ്പോൾ അത് റിമാൻഡിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബോധപൂർവമായിട്ട് 8 വകുപ്പുകളാണ്. അതിന് ജാമ്യം ലഭിക്കില്ല എന്നുള്ളത് തനിക്ക് അറിയാവുന്ന കാര്യമാണ് എന്നുള്ളതുമാണ് MLA ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഏകദേശം ഇനിയിപ്പോൾ 2 മണിക്കൂറോളം ഉള്ള തവനൂർ സബ് ജയിലിലേക്കാണ് PV അൻവർ പോകുന്നത്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും വലിയ ഒരു നീക്കം ആണ് ഉണ്ടാവുന്നത്. കാരണം പല MLA-മാരൊക്കെ ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നതും അത് പലപ്പോഴും സംഘർഷഭരിതമൊക്കെ ആകാറുണ്ട്. പക്ഷേ അതിലപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക്, അല്ലെങ്കിൽ വീട് മൊത്തം വളഞ്ഞ്, പോലീസ് മൊത്തം വളഞ്ഞ് ഒരു അറസ്റ്റിലേക്ക് ഇതുവരെ പോയിരുന്നില്ല. അപ്പോൾ ഇതൊരു കീഴ്വഴക്കമായി മാറില്ല എന്നുള്ളത് എന്താണ് ഉറപ്പ് എന്നുള്ളത് ഇതിനോടകം തന്നെ UDF-ന്റെ നേതാക്കളൊക്കെ ചോദിച്ചു കഴിഞ്ഞു. ഒപ്പം PV അൻവറിന് അനുകൂലമായിട്ടുള്ളൊരു സ്വരം UDF-ന്റെ നേതാക്കളിൽ നിന്നൊക്കെ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന PV അൻവർ ഒരു പക്ഷേ കൂടുതൽ കരുത്തനാകും എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അദ്ദേഹം ഇപ്പോൾ DMK-യുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. തമിഴ്നാട് DMK-യുമായിട്ടുള്ള ചർച്ചയൊക്കെ, ആ ചർച്ചകളിലൊക്കെ നിർത്തിവെച്ചത്, അത് നിർത്താനുണ്ടായിട്ടുള്ള കാരണം അത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് സ്റ്റാലിനുമായി സംസാരിച്ചു കൊണ്ടാണ് ആ ലയന നീക്കം പൊളിഞ്ഞത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ താൻ പലതവണ പല കാര്യങ്ങളിലും പരാതി നൽകിയതൊന്നും തന്നെ മുഖ്യമന്ത്രിയിലേക്ക് എത്താതെ പോയത് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും MR അജിത് കുമാർ ADGP ആയി ഇരുന്നത് കൊണ്ടാണ്. അവരത് ആ കേസുകളെല്ലാം തന്നെ ഒതുക്കുകയായിരുന്നു എന്നുള്ളതും എപ്പോഴും അദ്ദേഹം പറയാറുണ്ട്,
അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ വാർത്താ സമ്മേളനങ്ങൾ ഉടനീളം ഉന്നയിച്ച ആരോപണമായിരുന്നു. അതിൽ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ പി ശശിയുടെ ഭാഗത്തു നിന്നൊക്കെ അതിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് പി ശശിയുടെ പരാതിയിൽ നടപടി ഉണ്ടായിട്ടുണ്ട്. വക്കീൽ നോട്ടീസും നേരിട്ട് ഹാജരാകാനും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ചടുലമായൊരു നീക്കം ഇപ്പോൾ നടന്നിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കുകയാണ്. ഇപ്പോൾ തവനൂർ സബ് ജയിലിലേക്കാണ് 14 ദിവസത്തെ റിമാൻഡിന് സംസ്ഥാനത്തെ MLA ആയ PV അൻവർ പോകുന്നത്. ഉന്മേഷ്. വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. PV അൻവർ MLA ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ തവനൂർ സബ് ജയിലിലേക്കാണ് മാറ്റുക. അദ്ദേഹവുമായുള്ള പോലീസ് വാഹനം ഇതിനോടകം തന്നെ നിലമ്പൂരിൽ നിന്ന് തവനൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഭരണകൂട ഭീകരത എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. നേരത്തെ അദ്ദേഹത്തിന് വീട്ടിലെത്തിയാണ് പോലീസ് സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയായിരുന്നു. തുടർന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തിച്ചു. ഇന്ന് ജാമ്യാപേക്ഷ നൽകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ജാമ്യാപേക്ഷ നൽകിയതുമില്ല. നാളെ കോടതിയെ സമീപിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയപ്പോഴാണ് മജിസ്ട്രേറ്റിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായത്. 14 ദിവസത്തേക്ക് PV അൻവർ MLA റിമാൻഡ് ചെയ്തിരിക്കുന്നു. പോലീസ് FIR-ൽ വ്യക്തമാക്കിയിരുന്നത് പൊതുമുതൽ നശീകരണം അടക്കമുണ്ടായി എന്നാണ്. ആ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. മറ്റ് 11 പേർ കൂടി പ്രതികളാണ്. അങ്ങനെ DFO ഓഫീസ് ആക്രമിച്ച കേസിലാണ് PV അൻവർ MLA ഒന്നാം പ്രതിയാക്കി പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് വൈകുന്നേരത്തോടെ പോലീസിന്റെ ചടുല നീക്കങ്ങൾ ഉണ്ടാവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വൻ പോലീസ് സന്നാഹമാണ് എത്തിയത്. DYSPയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന വിവരം അവർ കൈമാറുന്നു. അദ്ദേഹം അല്പസമയം കാത്തു നിൽക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തുകയുണ്ടായി. ആരോഗ്യനില പരിശോധിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് പോലീസിനൊപ്പം യാത്രയായത്. പോലീസ് അവിടെ വെച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. തുടർന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തിക്കുകയായിരുന്നു. ജാമ്യാപേക്ഷ നൽകാത്തതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് ഇപ്പോൾ PV അൻവർ MLA റിമാൻഡ് ചെയ്തിരിക്കുന്നു. 2 ആഴ്ചത്തേക്കുള്ള റിമാൻഡാണ്. 14 ദിവസത്തേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. തൊട്ടടുത്ത് മഞ്ചേരി ജയിലുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ തവനൂർ സബ് ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് 2 മണിക്കൂറോളം യാത്രയുണ്ട് തവനൂരിലേക്ക്. പോലീസിൻ്റെ സുരക്ഷ ശക്തമാക്കാനുള്ള നിർദ്ദേശവും ഇതിനോടകം നൽകിയിട്ടുണ്ട്. 2 മണിക്കൂറോളം യാത്രയുണ്ട് സ്ഥലത്തേക്ക് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തവനൂർ സബ് ജയിലിൽ എത്തിക്കും. ഇന്ന് തന്നെ പുലർച്ചയോടെ അദ്ദേഹത്തെ തവനൂർ സബ് ജയിലിൽ എത്തിക്കും. നാളെയായിരിക്കും PV അൻവർ MLAയ്ക്കായുള്ള ജാമ്യാപേക്ഷ കോടതിയിൽ എത്തുക. DFO ഓഫീസിലുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് PV അൻവർ MLAയ്ക്കെതിരായ പോലീസിൻ്റെ നടപടി. DFO ഓഫീസ് ആക്രമിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അവിടെ പൊതുമുതൽ നശിപ്പിച്ചു, ട്യൂബ് ലൈറ്റുകളൊക്കെ തകർത്ത സംഭവമുണ്ടായി. അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയ ആൾ എന്ന നിലയ്ക്ക് കേസെടുത്തിരിക്കുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. DMK പ്രവർത്തകരാണ് അവിടെ ആക്രമണം നടത്തിയത്. വലിയ ജനകീയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതിനെ തടയാൻ കഴിയുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് PV അൻവർ MLA അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം. അക്രമ സംഭവങ്ങൾ നടക്കുമ്പോൾ PV അൻവർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കുന്നത് എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതും. പൊതുമുതൽ നശീകരണ വകുപ്പ് അടക്കം ചുമത്തിയാണ് പോലീസിൻ്റെ നടപടി. തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുന്നതും മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തിച്ച് ഇപ്പോൾ റിമാൻഡ് ചെയ്യുന്നതും. 14 ദിവസത്തേക്കാണ് കോടതി PV അൻവർ MLAയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നാളെ മാത്രമേ PV അൻവർ MLAയ്ക്കായുള്ള ജാമ്യാപേക്ഷ കോടതിയിൽ എത്തുകയുള്ളൂ. നിലമ്പൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് നടപടി. ഒട്ടേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വികാസങ്ങൾ കൂടിയാണ് ഇത്. PV അൻവർ MLAയുടെ പ്രതികരണങ്ങളിൽ നിന്ന് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്നതും അതാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ ഉന്നമിടുന്നുണ്ട്, P ശശിയെ ഉന്നമിടുന്നുണ്ട്, MR അജിത് കുമാറിനെ ഉന്നമിടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ്, പോലീസ് തലപ്പത്ത് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് അദ്ദേഹം നേരത്തെ പ്രതികരിച്ചിരുന്നു. 24നോട് അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ ഉന്നമിട്ടുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. മറ്റൊന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. രാഷ്ട്രീയമായി തന്നെ ഒരു ചേരിയുടെ ഭാഗമാകാനുള്ള നീക്കങ്ങൾ PV അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഫലിക്കുന്നത് കണ്ടില്ല. അദ്ദേഹം UDF ക്യാമ്പിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷേ ഏകസ്വരത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തെ UDFൽ എത്തുന്നതിൽ പിന്തുണയ്ക്കുന്നുമില്ല. പക്ഷേ ഇന്ന് വന്ന ചില പ്രതികരണങ്ങളൊക്കെ PV അൻവറിനെ അനുകൂലിച്ചുകൊണ്ടാണ്. ഒപ്പം സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസും ഒക്കെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത രീതിയെ വിമർശിക്കുന്നുണ്ട്, പോലീസിൻ്റെ നടപടിയെ വിമർശിക്കുന്നുണ്ട്.